ഇനി SSLC പരീക്ഷയുടെ അവിടേക്കാണ് പോകുന്നത്. ഈ വർഷത്തെ SSLC പരീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്. 2964 കേന്ദ്രങ്ങളിലായി ഇത്തവണ 4,25,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സ്കൂളുകളിൽ ഇന്നത്തെ പരീക്ഷ കഴിയുന്നതിന്റെ ഭാഗമായി അതിരുവിട്ട ആഹ്ലാദ പ്രകടനങ്ങളൊന്നും പാടില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. വിവിധ ബ്യൂറോകളിൽ നിന്നായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി, കോഴിക്കോട് നിന്ന് റിയാസ് KMR, കൊച്ചിയിൽ നിന്ന് വിജിത KP. സൂര്യഗായത്രി, തിരുവനന്തപുരത്ത് നിന്ന്, തലസ്ഥാനത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നിപ്പോൾ പരീക്ഷയുടെ ചൂട് അങ്ങനെ ഔദ്യോഗികമായി കഴിഞ്ഞിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷയെല്ലാം കഴിഞ്ഞിനി അവരുടെ ഒരു സെൻഡ് ഓഫിന്റെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പിരിഞ്ഞുപോക്കിന്റെ ഒക്കെ ആഹ്ലാദ പ്രകടനങ്ങളിലേക്കും വൈകാരിക പ്രകടനങ്ങളിലേക്കും ഒക്കെ കടക്കാൻ ഒരുങ്ങുകയായിരിക്കും. പക്ഷെ നിലവിൽ സംസ്ഥാനത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മൊത്തത്തിലൊരു വൈബ്? വലിയ ആഘോഷങ്ങളും ആഹ്ലാദ പ്രകടനവും ദിവസമായിരുന്നു SLC പരീക്ഷയുടെ അവസാന ദിനമായിട്ടുള്ള ഇന്ന്. പക്ഷേ ആഹ്ലാദ പ്രകടനങ്ങൾക്കൊക്കെ ഇന്നൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എല്ലാം എഴുതി. അത്ര എളുപ്പമായിരുന്നു ബയോളജി പരീക്ഷ? ഈ കഴിഞ്ഞ പരീക്ഷകളൊക്കെയോ? ഒക്കെ നല്ല എളുപ്പമായിരുന്നു. SS കുറച്ച് ടഫായിരുന്നു, ബാക്കിയെല്ലാം നല്ല ഈസി ആയിരുന്നു. സോഷ്യൽ സയൻസ് കുറച്ച് പാടുപെടുത്തി, സിമ്പിളായിരുന്നു. പിന്നെ ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന അവസാന ദിവസമായിരുന്നു. അപ്പൊ ആഘോഷമൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത് പറ്റില്ലല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് ആയി ടീച്ചേഴ്സൊക്കെ. പിന്നെ പിരിയുന്നതിനൊരു വിഷമമുണ്ട്. സങ്കടമുണ്ടോ? ഉണ്ട്. കൂട്ടുകാരെയൊക്കെ ഇനി കൂടുന്നുണ്ടോ? ഞങ്ങള് അവധി പരിപാടികൾ അവധിയിലൊക്കെയാണ്. അതുകൊണ്ട് അധികം മീൻസ് എല്ലാവരും നാട്ടിലൊക്കെ പോകുമ്പോൾ അധികം മീറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അറിയാം. അപ്പോ SLC പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളാണ്. ഈ ആഘോഷങ്ങളൊക്കെ തന്നെ അതിര് വിടുന്നു എന്നുള്ള പരാതികളൊക്കെ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ അത്തരം ആഘോഷങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ഈ പേരൻസ് ഒക്കെ തന്നെ പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ള നിർദ്ദേശം സ്കൂളുകളിൽ നിന്ന് തന്നെ നൽകിയതിന്റെ കോഴിക്കോട് നിന്നും റിയാസൊക്കെ കൂടി ചേരുന്നുണ്ട്. മൊത്തത്തിൽ തിരുവനന്തപുരത്തേതുപോലെ തന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷം തന്നെയാണോ കോഴിക്കോട് നിന്നും റിയാസയ്ക്കും പങ്കുവെക്കാനുള്ളത്? തീർച്ചയായും അതുല്യ, കോഴിക്കോടാണല്ലോ ഇതിന്റെയൊക്കെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ ഉള്ളത് BM സ്കൂളിലാണ്, BM സ്കൂളിലാണ്. ഈ BM സ്കൂളിൽ എപ്പോഴും കൃത്യമായ രീതിയിൽ നന്നായി പരീക്ഷ എഴുതുന്ന കുട്ടികളെയൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. നല്ല രീതിയിൽ ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ ഇപ്പോഴിതാ കുട്ടികളൊക്കെ പരീക്ഷ എഴുതി വലിയ വൈകാരികതയോടുകൂടിയാണ്. പരസ്പരം വേർപിരിയുന്നതിന്റെ കണ്ണീരാണോ ഇത്? സങ്കടമുണ്ടോ ഇങ്ങനെ? എന്താ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പറയാനങ്ങനെ ഹൃദയ സങ്കടമുണ്ട്. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കുറെ ആയല്ലോ, അങ്ങനെ 5 മുതലേ എവിടെയാ പഠിക്കുന്നത്. അപ്പോ പെട്ടെന്ന് പോകുമ്പോഴുള്ളൊരു സങ്കടം. 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നവരാ അല്ലേ? ഒരുമിച്ചല്ല. പക്ഷേ 9th മുതൽ ഒരുമിച്ചിട്ടാ. 5 മുതൽ നിങ്ങൾ ഒരുമിച്ച് ചങ്ക്സ് ആണോ? അല്ലല്ല. പിന്നീട് ഇനിയിപ്പം ഇത് ഇയാളുടെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ലാസ്റ്റ് സമയത്ത് കുറച്ചാൾക്കാർ ടെൻഷനോടുകൂടി ഇരിക്കുന്നുണ്ടല്ലോ. ലാസ്റ്റ് ഭാഗം കുറച്ച് ടഫായിരുന്നോ? അല്ല, കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളൊക്കെ നന്നായി പഠിക്കുന്നുണ്ട്, പ്രശ്നമില്ല. ഓക്കെ. എന്താ ഇവിടെ ഒരാൾ അയ്യോ ഇങ്ങ് വന്നേ, എന്തിനാ കരയുന്നേ? കരച്ചില് ചിരിക്ക് വഴി മാറിയോ? ഇവിടുന്ന് പോകുന്നതിന് സന്തോഷമുണ്ട്, പക്ഷെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നതിന്റെ സങ്കടം. അയ്യോ, ഇതാണ് ഈ കാഴ്ചകളാണ്. ഒരുപക്ഷെ വളരെ വൈകാരികമായിട്ടുള്ള, നമ്മൾ ആൽഫ കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഇവരെ വിളിക്കുമ്പോഴും ഇവരും ഇതുപോലുള്ള വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്. ഒരുപാട് നല്ല മനസ്സുള്ള കുട്ടികളാണ് ഇതിൽ ഭൂരിഭാഗവും എന്നുള്ളതാണ്. പക്ഷേ അവരെ പറയിപ്പിക്കുന്ന ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഇത്തവണത്തെ SSLC പരീക്ഷ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിലേക്ക് കാരണമായത്. നമുക്ക് ഇതിന്റെ മറുഭാഗത്ത് കാണാം രക്ഷിതാക്കൾ വന്നിരിക്കുന്ന ഒരു കാഴ്ച. കുട്ടികളെ കൂട്ടാനായി രക്ഷിതാക്കൾ എത്തിയിരിക്കുന്ന വലിയ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാ പരീക്ഷ എഴുതി? അടിപൊളിയായി എഴുതി? അടിപൊളിയാ. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഫുൾ A+ കിട്ടുമോ? കിട്ടും. എന്താ പേര്? ഞാൻ ആ പേര് നോക്കി വെക്കും. പ്രിയങ്ക.
പ്രിയങ്ക പറയുന്നു അതുല്യ ഫുൾ A+ വാങ്ങും എന്നുള്ളതാണ്. ഇവിടെ രക്ഷിതാക്കളുണ്ട്, ഇവിടെ മക്കളെ കൂട്ടാൻ വന്ന രക്ഷിതാക്കളുണ്ട്. നേരത്തെ തന്നെ ഇവർ ഇവിടേക്ക് എത്തിയിരുന്നു. നേരത്തെ എത്തിയല്ലേ മക്കളെ കൂട്ടാൻ? അതെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിയന്ത്രണം നല്ലതാണ് അല്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു അവസ്ഥ മാനിച്ചിട്ട് രക്ഷിതാക്കൾ എന്തായാലും വന്ന് കുട്ടികളെ കൂട്ടിപ്പോണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. നമ്മൾ വരുമ്പോഴേ കണ്ടിരുന്നു. ഒന്നിങ്ങോട്ട് വരാമോ? എങ്ങനെയുണ്ട് ഈ ഒരു സംവിധാനം? മക്കളെ കൃത്യമായി രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. കുട്ടികളെ ഫ്രീഡം ഇല്ലാതായി. കാരണം പഴയ പോലെയല്ല, പണ്ടത്തെ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികളെ ക്യാരക്ടറൊക്കെ മാറി. പക്ഷെ പഴയതാണ് നല്ലത്. പക്ഷെ കുട്ടികൾ മാറിപ്പോയി. പക്ഷേ ഇവിടെ കാണുന്ന മക്കളൊക്കെ നല്ല മക്കളുണ്ട്. ഇതിലൊന്നും മതിയല്ലോ. 99% നല്ല കുട്ടികളായിരിക്കും. അതിലൊരു 1% മാറിക്കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ. എല്ലാ കുട്ടികൾക്കും അത് എന്താ പറയാ, എല്ലാ കുട്ടികളും താമരശ്ശേരി ഷഹബാസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അതാണ് കണ്ടത്. അതാണ് കണ്ടത്. എല്ലാ കുട്ടികളും ഒരുപോലെ ഞങ്ങൾ കാണാൻ പാടില്ല. അതിലൊരു കുട്ടി മതി. ഒരു അച്ഛനുണ്ട് ഇവിടെ അല്ലേ? നമ്മളൊക്കെ വളരെ ഒരു ആദ്യം ഇതൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും പേടിയാണ്. ഇന്നത്തെ കേരളത്തിന്റെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര പേടിയാണ്. കുട്ടികൾ വീട്ടിലെത്തണ വരെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ എത്തേണ്ട രീതിയിൽ വന്ന്. അതുകൊണ്ട് ഇതൊരു നല്ല നിയന്ത്രണം തന്നെയാണ് പോലീസും വിദ്യാഭ്യാസ വകുപ്പും ഏർപ്പെടുത്തിയത്. നല്ല തീരുമാനമാണ് അത്. ഇനി രക്ഷിതാക്കൾക്ക് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വരും. തീർച്ചയായിട്ടും. ഒന്നുമില്ല, ഞാൻ കുട്ടീൻ്റെ വെല്ലുവിപ്പാണ്. ആ കുട്ടികളെ സുരക്ഷിതർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. കുഴപ്പമൊന്നുമില്ല, ഒക്കെ റാഹത്താണ്. ശരി, അൽഹംദുലില്ലാഹ് ഖൈർ. അതെ, അദ്ദേഹം പറഞ്ഞ പോലെ ബാക്കിയൊക്കെ ഇവിടെ കുട്ടികളൊക്കെ നല്ല മക്കളാണ്. ഇവിടെ എന്താ പറയാ, നല്ല രീതിയിൽ ആ വേർപിരിയലിന്റെ അവസാന നിമിഷം അയ്യോ നിങ്ങൾ പോകണോ? എങ്ങനെയുണ്ട് പരീക്ഷ? എങ്ങനെയുണ്ട്? ഇതുവരെ കഴിഞ്ഞ മുഴുവൻ സിമ്പിൾ എക്സാം. അപ്പൊ ഫുൾ A+ നമ്മൾ ഞാനിവിടെ വരും കേട്ടോ. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ വരും. നമുക്ക് HM-നോടൊക്കെ പറയാല്ലേ? പിന്നെ ഈ മറ്റൊന്ന്, ഈ ഇപ്പോഴത്തെ നിങ്ങളിപ്പോ പരസ്പരം ഒരുപാട് വർഷം ഒരുമിച്ച് പഠിച്ചവരല്ലേ? ഈ ഇവിടെ ആവുമ്പോൾ 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കാനുള്ള സംവിധാനം, ഒരുമിച്ചുള്ള ഫ്രണ്ട്സാ. ഇനി ഒരുമിച്ച് തന്നെ +1 ഇങ്ങനെ കിട്ടിയാ മതി. കിട്ടുന്നിടത്ത് നമ്മള് പോവുള്ളൂ അല്ലേ? എന്താവാൻ ആഗ്രഹം? നമുക്ക് ഇങ്ങനെ ഡോക്ടർ ആവാനൊക്കെ ആണ് സാധിക്കുമെന്ന് വിചാരിക്കണം. അപ്പൊ ഇനി +1 സയൻസ് എടുക്കുമ്പോ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അത് തന്നെയാണ്. നേരത്തെ ഒരാള് വളരെ കരയുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടു. ഇവിടെ അവസാനം സെൽഫി ഒക്കെ എടുത്തോ? സെൽഫി എടുത്തിട്ടില്ല. എടുക്കണ്ടേ? ഇങ്ങനെ നല്ല ആഗ്രഹങ്ങളുള്ള കുട്ടികളാണ്. ഇപ്പോഴും അവിടെ നമുക്ക് കാണാം വൈകാരികമായ രംഗങ്ങളിലേക്ക് ഒരുപക്ഷെ ആ മുഹൂർത്തങ്ങൾ കാണാം. അധ്യാപകന്റെ അരികിലേക്ക് നിൽക്കുന്ന കുട്ടികളെ കാണാം. അതിനോട് ഇതാ സ്നേഹത്തോടു കൂടി അവർ പേരൊക്കെ എഴുതി. എന്താ പേരാണോ എഴുതുന്നേ? എന്താ എഴുതിയത്? ഷിറോന ഗൗരി മിസ് യു അല്ലേ? അത്രയും വലിയ ചങ്ക്സ് ആണോ? ഞങ്ങളെ 8th തൊട്ടിട്ട് ഒരുമിച്ചാണ്. ഇനി ഒരുമിച്ച് പഠിക്കാം. അവസരം കിട്ടിയാ പഠിക്കും. ഇനി അഥവാ ഒരുമിച്ച് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സൗഹൃദം തുടരും. അതെന്തായാലും ഉണ്ടോ? സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയാസ് നല്ല കാര്യത്തിന് ഉപയോഗിക്കും അല്ലേ? അങ്ങനെ ഒരു നല്ല മക്കളല്ലേ? ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മോശം പ്രവണതകൾക്ക് ഉപയോഗിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനെ പറ്റിയിട്ട് അത് നിയന്ത്രിക്കപ്പെടണം. അത് ഓരോരുത്തരെ മെന്റാലിറ്റി അനുസരിച്ചാണ് അത് ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാം. അതല്ല വേറെ മെന്റാലിറ്റി വെച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കേട് തന്നെയാണ്. നല്ല മനസ്സോടുകൂടി എന്തും നന്നായി ഉപയോഗിക്കുക അല്ലെ? നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതുല്യ ഇവിടെ കുട്ടികൾ പറയുന്നത്. ഇതാ ഇവര് വളരെ എങ്ങനെയാ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നടാ? പിന്നെ എങ്ങനെ മാർക്കൊക്കെ എങ്ങനെ പ്രതീക്ഷ? പിന്നെ നിങ്ങള് എല്ലാവരും 5 മുതലേ ഒരുമിച്ച് പഠിച്ചവരാണ് അല്ലെ? 8ാം ക്ലാസ്? ഏതാ ബെഞ്ച്? ഇടക്കിടക്ക് മാറ്റും. നിങ്ങൾ ഒരുമിക്കുമ്പോ പാട്ടൊക്കെ പാടല്ലേ? ഒരു പാട്ട് നമ്മുടെ പരസ്പരം ഇന്നിപ്പം കുറച്ച് ദിവസത്തേക്കാണെങ്കിലും പിരിയാൻ പോവല്ലേ? അപ്പൊ ഒരു നല്ല പാട്ട് എന്നോട് A+ കിട്ടുമെന്ന് ഉറപ്പായും പറഞ്ഞ ആള് പേര് ഞാൻ പ്രിയങ്കയല്ലേ?
പ്രിയങ്കയാണ് എന്നോട് പറഞ്ഞത് A+ കിട്ടുമെന്നുള്ളത്. പാട്ട് പാടൂ. ലൈവാണ്. പാട്ടുകാരി രണ്ടുപേരും പാട്ട്. പാട്ട് പാടാൻ അറിയില്ല എന്ന് അല്ലെ, അത് ചുമ്മാ പറയാണ്. അത് ഇതാ നമ്മൾ ഇന്നിപ്പോ പരസ്പരം വേർപിരിയാണ്, പരീക്ഷ എഴുതിയതാണ്, ആ നിമിഷത്തിലാണ് പരസ്പരം. അതെ, പാട്ട് പാടാനും തോന്നൂല. ആ ഫീലുള്ള പാട്ട്. അത് പാട്ട് വരുന്നില്ല, സങ്കടായിട്ടൊന്നും. ഏതാ, പുതിയ കാലത്തെ പാട്ടാണോ പഴയ കാലത്തെ പാട്ട്? പാട്ട് പറയില്ല, ഇങ്ങള് വരുന്നില്ല. എന്തായാലും ഇവര് സങ്കടത്തിലാണ്. എന്തായാലും കുട്ടികളെ കൊണ്ടൊരു പാട്ടൊക്കെ അവിടെ സെറ്റാക്കി തുടരുക. നമ്മൾ തിരുവനന്തപുരം വരെ ഒന്ന് പോയി വരാം. തിരുവനന്തപുരത്ത് സൂര്യഗായത്രി ചേരുന്നുണ്ട് വിശേഷങ്ങളുമായി. നേരത്തെ കണ്ട ആ ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ. കുറച്ചുകൂടി കുട്ടികൾ അവരുടെ ഒരു ആ പിരിയലിന് തൊട്ട് മുൻപേ ഉള്ള കെട്ടിപ്പിടിക്കലുകളും കണ്ണീരുമൊക്കെ തന്നെയാണ് സൂര്യഗായത്രിയുടെ പിന്നിലും കാണാൻ കഴിയുന്നത്. സൂര്യ, ഇപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി പുറത്തിറങ്ങി അന്തരീക്ഷം ഒന്ന് മാറിയിട്ടുണ്ട് അല്ലേ? കുട്ടികളോട് ആഘോഷിക്കുകയാണ്. അതായത് അതിര് കവിയാത്ത ആഘോഷം, അത് എപ്പോഴും മനോഹരം തന്നെയാണ് എന്നുള്ളതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ചെറുതായിട്ടെങ്കിലും ഒരു ആഘോഷമില്ല എങ്കിൽ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് SLC പരീക്ഷയും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതും അത് കഴിഞ്ഞുള്ള അവധിയും ഒക്കെ തന്നെ. ഇവിടെ പടമൊക്കെ വരച്ചു തുടങ്ങി യൂണിഫോമില്. നേരത്തെ ഇതൊക്കെ അഴുക്കാകാണ്ട് സൂക്ഷിക്കണമായിരുന്നു, ഇനിയിപ്പോ അത് വേണ്ടല്ലേ? ഇല്ല, വേണ്ട. പരീക്ഷയൊക്കെ എങ്ങനെ? എളുപ്പമല്ല. പരീക്ഷ ഒരെണ്ണം പാടായിരുന്നു. ഫുൾ A+ ഡൗട്ടാണ്. ഫുൾ A+ ഒന്നും കിട്ടൂല. കൂട്ടിക്കൊണ്ടുപോവാൻ മുമ്പത്തെ ആഘോഷമാണ്. അതെ. ഇവര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കൊണ്ടുപോയാലോ? വീട്ടിലേക്ക് പോവാ. ഇനിയിപ്പോ ഫുൾ അവധിയാ. എന്താ അവധി പ്ലാനൊക്കെ? കറങ്ങാൻ പോണം, ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. അല്ല, ഇനി +1 ഒരിത് വേണം. പിന്നെ അതിനുശേഷം പഠിക്കണം. പിന്നെ നമ്മൾ വേറെ സ്കൂളിലാവും. അതാലോചിക്കുമ്പോഴാണ് ഇവിടെ കളർപ്പൊടിയൊക്കെ, ഇവിടെ ആഘോഷം തുടങ്ങിയത് കളർപ്പൊടിയിലൊക്കെ മുങ്ങി നിൽക്കുകയാണ്. ഇത്രയും നാള് ഒരു അഴുക്ക് പോലും വരാണ്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്ന യൂണിഫോം ഒക്കെയാണ്. ഇനിയിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതൊക്കെ ഓർമ്മയുടെ സ്മരണകളായിട്ട് ഇങ്ങനെ വീട്ടിൽ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ മായാണ്ട് ഇനിയിപ്പോ വീട്ടിലെ കൊണ്ട് സൂക്ഷിച്ചു വെക്കണം അല്ലേ? അതാണ്. കൂട്ടുകാരെ പിരിഞ്ഞതിന് സങ്കടമുണ്ടോ? സങ്കടമുണ്ട്, വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസം നമ്മളൊക്കെ ഒരുമിച്ച് എൻജോയ് ചെയ്ത് പെട്ടെന്ന് ദിവസമില്ല പോയെന്ന്. എല്ലാരും എത്ര വർഷമായി ഒരുമിച്ച് പഠിക്കും? ഞാൻ 2 വർഷം. നമ്മൾ 6 വർഷം ബെസ്റ്റ് ഫ്രണ്ടാണ്. +1 +2 ഒരുമിച്ച് കിട്ടോ? അതിനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്, കിട്ടിയാ കൊള്ളാം. പാട്ട് പാടാവോ? പോവല്ലേ? ലാസ്റ്റ് നമ്മളെ എല്ലാരും പിരിഞ്ഞു പോവല്ലേ? നാടോ? ഫ്രണ്ട്സിന് വേണ്ടി ഒരു ചെറിയ പാട്ട്. പാടാണ്, ലൈവ സമയമില്ല നമുക്ക്. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിൻ കനവുണ്ടൻ കണ്ണിൽ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിൻ കനവുണ്ടൻ കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും കാത്തുവെച്ചതെല്ലാം നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിന്റെ കടവത്തു കാത്തു. കടലോളം സ്നേഹവും നിറച്ചു തന്നെയാണ് അവർ തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ്. മിക്സ് ചെയ്തിട്ടുള്ള ഒരു വികാരങ്ങളിലാണ് നിൽക്കുന്നത്. സൂര്യഗായത്രി തുടരുക. നമുക്ക് കൊച്ചിയിലെ കാഴ്ചകളിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും വിജിത KP ഉണ്ട്. വിജിത, ഏത് സ്കൂളിലാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? കുട്ടികൾ കരച്ചിലും കെട്ടിപ്പിടിക്കലും ഒക്കെ ആയി നിൽക്കുകയാണോ, അതോ ആഘോഷങ്ങൾ തുടങ്ങിയോ? എന്താണ് അവിടുത്തെ ഒരു വൈബ്? അതുല്യ, നമ്മളിപ്പോൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരുപാടധികം എക്സാമിന് എഴുതാൻ പോകുമ്പോൾ കണ്ട കുട്ടികളല്ല എന്ന് പറയാം.
എല്ലാവരും വളരെയധികം ആ ഒരു എക്സാം കഴിഞ്ഞതിൻ്റെയൊക്കെ സന്തോഷത്തിൽ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ കെട്ടിപ്പിടിക്കലും സന്തോഷം പങ്കുവെക്കലും അതുപോലെ തന്നെ ഇനിയും കാണാനൊക്കെ തുടങ്ങിയ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ നല്ലൊരു പരീക്ഷാ കാലം കൂടി അവസാനിച്ചിരിക്കുകയാണ്. എന്നാലും ഇവരുടെയൊക്കെ മുഖത്ത് ആ ഒരു എക്സാം കഴിഞ്ഞതിൻ്റെയൊക്കെ വളരെ വലിയൊരു സന്തോഷം തന്നെ ഉണ്ട്. എല്ലാവരും ഇനിയും കാണണം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നത് തന്നെയാണ് കാണുന്നത്. നമുക്ക് ഇവരുടെ തന്നെ ചോദിക്കാം. ഹലോ, എക്സാം എളുപ്പമായിരുന്നു. നന്നായിട്ട് എഴുതി. ബയോളജി എളുപ്പമായിരുന്നു. എല്ലാവരും വിട്ടുപോണില്ല, അപ്പൊ അതിനൊരു സങ്കടമുണ്ട്. ചെറിയ വിഷമമുണ്ട് വെക്കേഷൻ, പക്ഷെ ഞങ്ങൾ കറങ്ങാനൊക്കെ പോവല്ല, അപ്പൊ കുഴപ്പമില്ല. അതെ അതെ. ഓക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എന്ത് ആഘോഷമില്ലെങ്കിൽ പോലും ആ ഒരു സ്നേഹവും ആ ഒരു സൗഹൃദവും ഒക്കെ എല്ലാവരും ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ ഇനിയും ട്രിപ്പായിട്ടും അല്ലെങ്കിൽ ഇനിയും എല്ലാവരും കൂടുന്ന രീതിയിലേക്ക് എത്തും എന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. എക്സാമിന് പോകുമ്പോൾ ആ ഒരു വലിയ ടെൻഷനോ എക്സാം എഴുതണമല്ലോ എന്നുള്ള സംഭവമൊന്നും ഇല്ല ഇപ്പോൾ അവരുടെ ഒന്നും മുഖത്ത്. എല്ലാവരും ഭയങ്കര പ്ലസന്റ് ആയി ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ പോകുന്നതിന്റെ ഒരു വിഷമമുണ്ട്. പലരും ഇവിടെ കെട്ടിപ്പിടിക്കുന്നു, ഇനിയും കാണാന്നൊക്കെ പറയുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു എൻജോയ്മെന്റിലാണ് ഇവർ പോകുന്നത്. എന്തായാലും ഹലോ, ഇന്നലെ വിചാരിച്ചായിരുന്നു പോണം പരീക്ഷയ്ക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ മെസ്സേജ് വന്നില്ല. വന്നിട്ടുണ്ട്. നമ്മള് ഇങ്ങനെ കളറൊക്കെ ഇടാ, അങ്ങനെയൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ വിചാരിച്ചിരുന്നു. എല്ലാവരും ആ ആഘോഷമില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും അവർക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. കനത്ത സുരക്ഷയെ പാലിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇവരുടെയൊക്കെ അച്ഛനമ്മമാരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്തുകൂടി ചോദിക്കാം. ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടിട്ട് ഇപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും അത് ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യണം. പിള്ളേരെയൊക്കെ ശ്രദ്ധിക്കണമൊക്കെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ ശ്രദ്ധിച്ച് തന്നെ ഇപ്പോൾ പിള്ളേരെ നോക്കിയൊക്കെ ചെയ്യണത്. അപ്പോൾ കൂടുതലും പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരൊരു തീരുമാനം എടുത്തേക്കണം. വലിയ ആഘോഷങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തേക്കണം അവർ. നല്ല നടപടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും പിള്ളേർ വേറെ ചീത്ത ഇതിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ആലോചിച്ചായിരിക്കും ചെയ്തേക്കണ കാര്യങ്ങളൊക്കെ. അവരും ഇത് തന്നെയാണ് പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു നടപടിയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ പേരൻസിനെ സംബന്ധിച്ചും വളരെയധികം വിഷമമുള്ള കാര്യമാണ്. കാരണം കുട്ടികളെ ധൈര്യത്തോടെ വിടുന്നു, എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഇതൊന്നും അറിയാത്തൊരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയതിലും ഒക്കെയുള്ള സന്തോഷം തന്നെയാണ്. ഇവിടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കുകളിലാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ എക്സാം കഴിഞ്ഞ് ഏകദേശം 11:15 എക്സാം എല്ലാം തീർന്നിട്ടുള്ളത്. ഇപ്പോഴും കുട്ടികളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തടിച്ചുകൂടി തന്നെ നിൽക്കുകയാണ്. അവിടുന്ന് സുരക്ഷയുടെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എക്സാം ഹാളിന്റെ ഭാഗത്തു നിന്നെല്ലാം പിള്ളേരെ മാറ്റിയിട്ടുണ്ട്. എല്ലാവരെയും പേരൻസിന്റെ അടുത്തൊക്കെയായി എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ അവിടെ കൂടി നിൽക്കാനോ അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാനോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അനുവദിക്കുന്നില്ല. കാരണം ആ ഒരു സുരക്ഷയെ മാനിച്ചാണ് ഇത്രയും കാര്യങ്ങൾ. അവരും കനത്ത ഒരു സുരക്ഷയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് നല്ല രീതിക്കുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അവരും ഈ പിള്ളേരെ ആശ്വസിപ്പിക്കുന്നതൊക്കെ കാണാം. കാരണം നിങ്ങൾക്ക് ഇനിയും കാണാലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചു മുന്നേ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ ആശ്വസിപ്പിക്കുന്നതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ തന്നെയാണ് ഈ ഒരു പരീക്ഷാ കാലം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്ന് കാണുമ്പോൾ നമുക്കും അത് വളരെയധികം സന്തോഷം തന്നെയാണ്. പറയൂ, ഈ ഒരു നടപടിയൊക്കെ കുട്ടികളുടെ സുരക്ഷയെ മാനിച്ചാണല്ലോ ഇത്രയും ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം നല്ല സുരക്ഷിതമായി തന്നെ കുട്ടികളുടെ പാരൻസ് വന്ന് എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട്. വേറെ ഒരു വിഷയവും ഇല്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെ കുട്ടികളെല്ലാവരും പോയിക്കുന്നത്. ഇതൊന്നും നിലനിൽക്കട്ടെ എന്ന് പറയുന്നു.
അവർക്കും അവരുടെ ജോലി വളരെ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അവരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കുട്ടികളെല്ലാം ഇപ്പോൾ ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സ്കൂളുകളുടെ അകത്ത് നിന്ന്, ക്ലാസ് മുറികളുടെ അകത്ത് നിന്നെല്ലാം തന്നെ കുട്ടികളെ പുറത്തേക്ക് ഇവരെല്ലാവരും പുറത്തേക്ക് ആക്കുന്നുണ്ട്. പേരൻസിൻ്റെ അടുത്ത് എല്ലാവരെയും കൃത്യമായി എത്തിക്കുന്ന നടപടികളെല്ലാം തന്നെ ഇവിടെ സുരക്ഷിതം ഉറപ്പുവരുത്തി ഇവർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കുട്ടികളെല്ലാം പോയി തുടങ്ങി. ഇവിടെ കുറേ പേരൊക്കെ ഇതേ ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ആ ഒരു നല്ലൊരു ഓർമ്മ സൂക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആ ഒരു സന്തോഷത്തിലാണ് അവരെല്ലാവരും. എല്ലാവരുടെ മുഖത്തും ആ ഒരു പിരിയുന്നതിൻ്റെ വിഷമം ഉണ്ട്. എങ്കിൽ പോലും അവരെല്ലാവരും ഇനിയും കാണാലോ. ക്ലാസ് കഴിഞ്ഞെങ്കിൽ തുടരുക. അവിടെ ഏതാണ്ട് ആഘോഷങ്ങളൊക്കെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും കോഴിക്കോട് BMCയിലേക്ക് പോവുക ആണ്. അവിടെ റിയാസ് KMR ഉണ്ട്. കുട്ടികൾ അവിടെ എന്തായി, എല്ലാവരും സ്കൂളിൽ നിന്ന് പോയി തുടങ്ങിയോ, ഇത്തരത്തിൽ എന്താണ് അവിടുത്തെ പരീക്ഷാ ചൂട് അവസാനിച്ചതിന് ശേഷമുള്ള സ്ഥിതിഗതികൾ എന്ന് നോക്കി വരാം. റിയാസ്, ഇപ്പോൾ വിജിത പറഞ്ഞതുപോലെ പരീക്ഷ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ തന്നെ തുടരുകയാണോ അതോ പോകാനുള്ള ഉദ്ദേശം എന്തെങ്കിലും കാണുന്നുണ്ടോ? അതുല്ല, നമ്മളായാലും നമുക്കിങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോഴും ഇവരിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. എന്താ ഇനിയിപ്പോ പോകാൻ പറ്റാതെ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കണോ? അതെ, വീട്ടിലേക്ക് പോയില്ലേലും കുഴപ്പമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. ഇവിടെ ഫ്രണ്ട്സുകളെ കൂടെ ചെലവഴിക്കണാണ് ഏറ്റവും വലിയ. അമ്മയൊക്കെ കൂട്ടാൻ വന്ന അമ്മയച്ഛൻ? ഇല്ല, ഞങ്ങൾ അപ്പൊ നിങ്ങൾ സ്കൂൾ ബസ്സിന് ഒരുമിച്ച് പോകുന്നവരാണ് ഇവരൊക്കെ. എങ്ങനെയുണ്ട് പരീക്ഷ? എങ്ങനെയുണ്ട്? നല്ല പരീക്ഷയായിരുന്നു. അല്ല, എഴുതാൻ പറ്റി. എന്തിനാ കരയുന്നേ? സങ്കടമുണ്ടല്ലേ? ഉണ്ട്. എല്ലാരും പിരിയണേലും സങ്കടം. പിന്നെ വരുമല്ലോ എല്ലാരും കാണാൻ. പാട്ട് പാടും തോന്നുന്നു. ഇല്ല, ഞാൻ പാട്ട്. ഇതിലാരാ പാട്ട് പാടും? അനുഷ്കയാണ് പാട്ട് പാടുന്നത്. അനുഷ്ക നേരത്തെ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇതേ ഇവിടെ നമുക്ക് കാണാം ഇവര് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. എങ്ങനെയാ അത്രയും വലിയ കട്ട കൂട്ടുകാരെ? അതുല്ല, മറ്റൊരു കാഴ്ച ഇവിടെ നിന്ന് നമ്മൾ കണ്ട ഒരു കാഴ്ച എടുത്ത് പറയേണ്ടത്, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഭൂഗോളത്തിന്റെ സ്പന്ദനം മുഴുവൻ കണക്കിലാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കണക്ക് മാഷെ പൊതിഞ്ഞ് കുട്ടികൾ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് വിദൂര ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടതാണ്. അദ്ദേഹം നേരത്തെ കുട്ടികൾ ഇടയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരിക്കണം എന്നുള്ളതാണ്. കണക്ക് മാഷാണ് എന്നാണ് പറഞ്ഞത്. കണക്ക് മാഷാണോ? അതെ അതെ. കണക്ക് പൊതുവെ നമുക്കൊന്നും അത്ര ഇഷ്ടമില്ലാത്തൊരു വിഷയവും കണക്ക് ഭാഷ കാണുമ്പോൾ ഒരു പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ കാണുന്നു, കുട്ടികൾ അടുത്ത് വരുന്നു, സെൽഫി എടുക്കുന്നു, അടുത്ത കുട്ടികൾ വരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് മാഷ് കാണിച്ച ഒരു മാജിക് ഒന്നുമില്ല. രീതികളൊക്കെ നമ്മൾ മാറ്റി വെക്കണമല്ലോ. ഇപ്പം എല്ലാവരും പറയുന്നത് ചൂരൽ തിരികെ വരണം എന്നൊക്കെയല്ലേ. അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ സ്കൂളിലില്ലേ. നമ്മുടെ സ്കൂളിൽ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പഠന രീതിയാണ് നമ്മൾ നടത്തുന്നത്. ഗണിതത്തെ എങ്ങനെ കുട്ടികളോട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ സംവദിക്കുക എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെയാണ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് തരുന്നത്. അത് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ നടപ്പിലാക്കി വരുന്നു. കുട്ടികൾക്ക് ഗണിത പേപ്പർ വളരെ ഈസി ആയിട്ട് തോന്നുന്നു. ഇന്ന ക്ലാസ്സുകളിൽ കുട്ടികൾ വളരെ ആക്റ്റീവാണ്. ഗണിതത്തോട് പണ്ട് കാണിച്ച പോലുള്ള ആ വിമുഖതയൊന്നും കുട്ടികൾ കാണിക്കുന്നില്ല. കുട്ടികൾ വളരെ എന്താ പറയുക, താല്പര്യത്തോടു കൂടിയാണ് കണക്കിനോട് സമീപിക്കുന്നത്. അവർ കൂടുതലായിട്ട് ഒരു 7 ദിവസം അവർക്ക് കിട്ടിയത് ചെയ്തു. കണക്ക് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും അവർ നന്നായിട്ട് ചെയ്തിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ഈസി ആയിട്ടുള്ള പേപ്പറുകളൊന്നും. കുട്ടികൾ കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള 1-2 പരീക്ഷ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി. അപ്പോൾ അതിനെ ആസ്പദമാക്കി മറ്റുള്ള പേപ്പറുകൾ അവർ സമീപിച്ചു. അതിന്റെ റിസൾട്ട് അവരുടെ മുഖത്ത് കാണാനുണ്ട്. നമ്മൾ ഈ കണക്കിനെ കുറിച്ച് ചോദിക്കുന്നതിനേക്കാൾ ഈ കുട്ടികളെല്ലാവരും ഇതാ സെൽഫി എടുക്കാൻ വരുന്നതല്ലേ? വാ തമാശ ഇതാ നിൽക്കുന്ന വാ മാഷോട് ഉണ്ടായിരുന്നു. മാഷ് അല്ലേ ഈ ഫുള്ള് പഠിച്ചത് സത്യം പറയാതെ 8 എനിക്ക് മനസ്സിലാവില്ല. സാറ് വന്നപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ വർഷം ഇവിടേക്ക് വന്നിട്ടുള്ളൂ. ഈ വർഷം ട്രാൻസ്ഫർ ആയി വന്നതാ. എവിടുന്ന ട്രാൻസ്ഫർ? ഞാൻ പരപ്പനങ്ങാടി VM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതായിരുന്നു ഈ വർഷം. മാഷുടെ പേര് മാഷോട് ചോദിക്കുന്നത് റയോൺ സാർ. അതാണ് നിങ്ങൾ എല്ലാരും, ഞാൻ കാണുന്ന എല്ലാരും പോയി സെൽഫി എടുക്കുന്നുണ്ട് അല്ലേ? ഫേമസ് അല്ലേ? സാറ് വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? അതല്ല സ്കൂൾ പിന്നെ വലിയ കഴിവല്ലേ അല്ലേ? മാക്സിമം തലേ കയറ്റി തരും.
അടിപൊളിയാണ്. പക്ഷേ ഇത് കുട്ടികളായിരുന്ന വലിയൊരു അവാർഡല്ല. അതെ, വലിയൊരു അവാർഡ്. നമുക്ക് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ വലിയൊരു അവാർഡാണ് കുട്ടികളുടെ കോംപ്ലിമെന്റ് കിട്ടുന്നത്. കാരണം നമുക്ക് ഈ എക്സാം കഴിയുമ്പോഴാണല്ലോ കുട്ടികളുടെ ഈ ഒരു റിസൾട്ട് കിട്ടുക. നമ്മളെ ഒരു 10 മാസം പഠിപ്പിച്ചതിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ മുഖത്തുള്ള പുഞ്ചിരിയും സന്തോഷമാണ്. ഇനി അവരുടെ റിസൾട്ടിനെ കുറിച്ച് അവർക്ക് ഒരു വേവലാതി ഇല്ല. അവർക്ക് മാത്സിൽ A+ ആണെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു സംശയമില്ല. കാരണം അത്ര നന്നായിട്ട് ഇവരെല്ലാവരും മാത്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല, അല്ലേ മാളവിക? അതുല്യ, ഇതാ റയോൺ മാഷയുടെ കൂടെ സെൽഫി എടുത്തു. അത് മാഷയുടെ കൂടെ സെൽഫി എടുക്കാനും മാഷ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും ഒക്കെ വന്ന കുട്ടികളാണിത്. ഇവരാണ് ഉള്ളത്. വാ, ഞാനും എന്തായാലും റയോൺ മാഷ കൂടെ. മാഷേ നിൽക്കി, എല്ലാവരും നിൽക്കി, വാ വാ. ഇതാ ഈ റയോൺ മാഷ് എന്ന് പറയുന്നത് ഈ സ്കൂളിലെ താരമാണ് എന്നാണ് പറഞ്ഞത്. കാരണം റയോൺ മാഷ് 1 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് എന്നുള്ള. എല്ലാവരും ചിരിച്ചേ. യെസ്, അതായത് റയോൺ മാഷ് ഇവിടെ വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ്. തന്നെ ഗണിത പഠനം ഇവർക്ക് നല്ലൊരു സുഹൃത്തിനെ പോലെ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സ്നേഹം കൊണ്ട് കുട്ടികളെ സ്കൂളിലെ അധ്യാപകർ എന്തായാലും തുടരുക. അവിടെ കുട്ടികൾ കണക്കുമാഷ്കൊപ്പവും അതുപോലെ തന്നെ മറ്റ് ടീച്ചർമാരെ കൂടി അവരുടെ അവസാന നിമിഷത്തെ ആഘോഷങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നത് നല്ലൊരു മാറ്റമായി തന്നെ കാണുന്നു. ഇപ്പോൾ കൊച്ചിയിൽ കുട്ടികളുടെ ആഘോഷവും അതുപോലെ തന്നെ അവരുടെ അവസാനത്തെ യാത്ര പറച്ചിലുമൊക്കെ ഏറെക്കുറെ അവസാനിക്കുന്ന ഒരു മട്ടാണ്. വിജിത അവിടെ തന്നെ തുടരുന്നുണ്ട്. വിജിതയിലേക്ക് പോയി വരാം. വിജിത, കൊച്ചിയിൽ ഏറെക്കുറെ ആവേശമൊക്കെ തണുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു. പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ എല്ലാവരും മടങ്ങി തുടങ്ങിയല്ലേ? ഒരുപാടധികം ആവേശമെല്ലാം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം പിള്ളേരെല്ലാം ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ ഈ ഒരു സുരക്ഷയെ മാനിച്ചുകൊണ്ട് തന്നെ കൃത്യമായ ആ ഒരു ജോലി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് പിള്ളേരെ എല്ലാവരെയും ഇപ്പോൾ സ്കൂളിന് പുറത്തേക്ക് പേരൻസ് എല്ലാം വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് പിള്ളേർ മാത്രമാണ് സ്കൂളിനകത്തുള്ളത്. എന്തായാലും എല്ലാവരും ഇനി തുടർ പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും വീണ്ടും കാണും എന്നുള്ള പ്രതീക്ഷയിലും സന്തോഷത്തിലും എല്ലാം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുന്നത്. ആ ഒരു സന്തോഷം, എക്സാം കഴിഞ്ഞതിന്റെ സന്തോഷം, അതുപോലെ തന്നെ പിരിയുന്നതിന്റെ സങ്കടവും ഒക്കെ തന്നെ നമുക്ക് ഇവരുടെ എല്ലാ മുഖത്ത് നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നേരത്തെ ഒരു കുട്ടി കരയുന്നൊക്കെ ഉണ്ടായിരുന്നു, വളരെ ഇതായിട്ട് പോകുന്നതിന്റെ ഒരു സങ്കടത്തിൽ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ടാറ്റയൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തോടെ പിരിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അതുല്യ, ശരി വിജിത, എന്തായാലും കൊച്ചിയിൽ എല്ലാം അവസാനിച്ച ഒരു മട്ടാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് ഇപ്പോഴും ആഘോഷത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. കർശനമായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കുട്ടികളുടെ അവസാന നിമിഷത്തിലെ ആ ആഘോഷം അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കാണുന്നത്, അല്ലെ സൂര്യ? അതിലെ കോട്ടൺ ഹിൽ സ്കൂളിലെ കുട്ടികളുടെ ആഘോഷം തകർക്കുകയാണ്. പക്ഷേ ഒരു വശത്തെ നമുക്ക് കാണാം, അധ്യാപകർ കുട്ടികളെ പറഞ്ഞ്, കാരണം ആഘോഷങ്ങൾക്ക് നിയന്ത്രണമുണ്ട്, കുട്ടികളെയൊക്കെ തന്നെ രക്ഷിതാക്കളുടെ കൂടെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ പറഞ്ഞു വിടണം എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അത് അധ്യാപകർക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്. ആഘോഷം അതവർ തകൃതിയായിട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അധ്യാപകർ ഇത്തരത്തിൽ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോണം എന്നുള്ള നിർദ്ദേശത്താൽ തന്നെ അവരെ ഇങ്ങനെ പറഞ്ഞു വിടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവരുടെയൊക്കെ ഉടുപ്പുകളിൽ യൂണിഫോമിലൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം പരീക്ഷയ്ക്ക് ഇത്രയും എഴുതാനുണ്ടായിരുന്നു എന്നത് സംശയമാണ് എന്നുള്ളതാണ്. അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ തന്നെ ആ യൂണിഫോമിലൊക്കെ എഴുതി വെക്കുകയാണ്. ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ എഴുതി വെക്കുന്നവരെ കാണാം. ഓട്ടോഗ്രാഫിൽ സ്നേഹം പങ്കിടുന്ന കുട്ടികളെയൊക്കെ കാണാൻ കഴിയും. സാറന്മാര് പറഞ്ഞു വിടുക, ആഘോഷത്തിലൊക്കെ നിയന്ത്രണം ഉണ്ടെന്ന്. ഉണ്ട്. നമ്മള് ലാസ്റ്റ് ദിവസമാണ്, ഉണ്ട് അതിന്റെ സന്തോഷമുണ്ട്, സങ്കടവും ഉണ്ട്. നമ്മളിനി എപ്പോഴാ കാണാനൊന്നും അറിയില്ല. ഇനിയിപ്പോ പല പല സ്കൂളുകളിലായിരിക്കും. അപ്പൊ ഇനി കാണുന്നവരെ വീണ്ടും കാണാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യും. അതുകൊണ്ട് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും കാണിക്കാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അതിപ്പോ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എഴുതി അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഉള്ളതിൽ വെച്ച ഓണം പോലെ അതെ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നു. എല്ലാ എക്സാം എളുപ്പമായിരുന്നു. എനിക്ക് പൊതുവേ എല്ലാം എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചിലതിലൊക്കെ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം വന്നത്, അങ്ങനെ 2-3 എക്സാംസ് ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവേ ടെക്സ്റ്റ് വായിക്കുന്ന കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ തോന്നി. ഇപ്പൊ എങ്ങനെയാ ഈ സ്കൂൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാരും തമ്മിലുള്ള ബന്ധം വിടുന്നോ അതോ? ഒരിക്കലും വിടൂല, ചത്താലും വിടൂല. കട്ടിക്ക് ഫ്രണ്ട്സ്. അപ്പൊ അവധിക്കൊക്കെ എന്താ പ്ലാൻ? എനിക്ക് സ്ഥലങ്ങളൊക്കെ പോകണം, ഓരോരുത്തർ പോകണം, ഇറങ്ങണം, വീഡിയോ എടുക്കണം, എല്ലാം സന്തോഷമായിരിക്കും.
അവധിക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്നത് ഉറങ്ങണം എന്നാണ്. കാരണം മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഉറങ്ങാതെ പഠിച്ച് പരീക്ഷ എഴുതിയവരാണ്. അപ്പോൾ ഇനി അവധിക്ക് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുക കുറച്ച് ദിവസം ഉറങ്ങണമെന്ന് തന്നെയായിരിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത് എന്താണ് പ്ലാൻ എന്നൊക്കെയുള്ളത് സംബന്ധിച്ച് അന്വേഷിക്കുക. അല്ലെങ്കിൽ അതിന് +1 ക്ലാസ്സുകളിലേക്കൊക്കെയുള്ള ട്യൂഷനൊക്കെ ആരംഭിക്കും. അതിനു മുമ്പ് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ആഘോഷം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്ന് പരീക്ഷയെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ ഒരു ചർച്ചയൊക്കെ നടത്തി പിണങ്ങി ഈ സ്കൂൾ വിട്ട് ഇന്ന് പോകുന്നതിന്റെ സങ്കടവും പരിഭവവും ഒക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് കുട്ടികൾ ആഘോഷത്തിലേക്ക് കടന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗേറ്റിന് പുറത്ത് പോലീസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആഘോഷം ഇനി ഇൻ കേസ് അതിര് വിടുകയാണെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിനെയൊക്കെ എല്ലാ സ്കൂളിന്റെ ഫ്രണ്ടിലും നേരത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ സഹായം വേണമെങ്കിൽ ലഭ്യമാക്കണമെന്നുള്ളത് അരമണിക്കൂറാവാൻ പോവുകയാണ്. എങ്കിലും കുട്ടികളെല്ലാം ഇപ്പോഴും സ്കൂളിൽ തന്നെയാണ് തുടരുന്നത്. കോഴിക്കോടെയും അവസ്ഥ ഒട്ടും വ്യത്യസ്തമല്ല. അവിടെയും 11:15 പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ തന്നെ തുടരുകയാണ്. സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾ പോലും അതേ സ്കൂൾ വളപ്പിൽ തന്നെ തുടരുകയാണെന്നാണ് റിയാസ് KMR നിന്ന് ലഭിക്കുന്ന വിവരം. നമുക്ക് റിയാസ് KMRലേക്ക് പോകാം. അവിടെ കുട്ടികൾ ഇപ്പോഴും ഒട്ടും തിരക്കൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്കൂൾ മുറ്റം നേരത്തെ കണ്ട അതുപോലെ തന്നെ ഉണ്ട്. രക്ഷിതാക്കളൊക്കെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് കുട്ടികളുടെ ഈ ഒരു ആഘോഷം കഴിഞ്ഞ് പോവാൻ വേണ്ടി, അല്ലേ? ഇത് നമ്മൾ കാണുന്നത് ഇപ്പോൾ സ്കൂൾ മുറ്റം കഴിഞ്ഞ് കുട്ടികൾ സാധാരണയായി ബസ് കാത്തു നിൽക്കുന്ന ഇടങ്ങളാണ്. ഇവിടെ നമുക്ക് രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നുണ്ട്. മകളെ കൂട്ടം മകള് ഉണ്ടോ? അവര് അങ്ങോട്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ പരീക്ഷ? കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ബെറ്റർ ആണെന്നാണ് പറയണത്. ഇനി എന്താ അറിയില്ല, റിസൾട്ട് വന്നാൽ അറിയാം. എന്തായാലും വരുന്നൊരു സംവിധാനം മെസ്സേജ് ഉണ്ടായിരുന്നു, കുട്ടികളെ വന്ന് കൂട്ടണുണ്ടായിരുന്നു. അതാണ് ഇപ്പുറത്ത് ബസ് കാത്ത് നിൽക്കുന്ന രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ നമുക്ക് കാണാം. ഇത് നിങ്ങളിനി പോകാൻ പോവാണല്ലേ? ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി? ഇതാ ഇവര് പരസ്പരം ചായം തേച്ചും ഒക്കെ ഇവിടെ ആ അവസാന വട്ട സ്നേഹം പ്രകടിപ്പിക്കലിലാണ് ഇപ്പോഴുള്ളത്. ഇവർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയുള്ള കുട്ടികളെ പലരെയും നമുക്ക് കാണാം. ഇനിയിപ്പോ എന്താ ഭാവി പ്ലാൻ? എന്താ ആ സ്നേഹം അല്ലേ? ഇനി ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കിട്ടണ പോലെയല്ലേ. ഒരുമിച്ച് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇതാ സ്കൂൾ ബസ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സ്കൂൾ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോകാനായി സ്കൂൾ ബസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികളെയും കൊണ്ട് അല്പസമയത്തിനകം സ്കൂൾ ബസ് അവിടെ നിന്നും കയറും. അങ്ങനെ ഇവർ ഈ ഒരു 10 വരെയുള്ള പഠനം പൂർത്തിയാക്കി, ഒരുമിച്ചുണ്ടായിരുന്ന കാലയളവ് പൂർത്തിയാക്കി, പിന്നീട് പുതിയ വഴികളിലേക്ക് പോകുന്നതിന് മുൻപേയുള്ള അല്ലേ, പുതിയ വഴി തേടുന്നതിന് മുന്നിലുള്ള ഒരു ചെറിയൊരു ഇടവേള അല്ലേ? സത്യമായിട്ട് ഇപ്പോൾ 10th കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു വലിയ ഘട്ടത്തിലേക്ക് പോവുകയാണ്, +1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ ബ്രേക്ക്, അത്രയേ ഉള്ളൂ. എങ്ങനെയാ ഇനിയിപ്പം ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്? ഒരുമിച്ച് പഠിക്കാൻ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും. ലൈക്ക് വേറെ വേറെ സ്റ്റഡീസിൽ പോകാനായിരിക്കും. അപ്പോൾ പലരും ഇപ്പം ഞങ്ങൾ ആറാളയിൽ പലരും പല ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം. ആഗ്രഹം ഐ മീൻ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇൻ്റേത് ഞാൻ ഇപ്പം എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് ടെക്നിക് ഫീൽഡിലേക്ക് എങ്ങോട്ടും നോക്കാനാണ് ആഗ്രഹം. ബയോ സയൻസ് എടുത്തിട്ട് കെമിസ്ട്രി ഫീൽഡിലേക്ക് പോകണം. അങ്ങനെ പരസ്പരം അല്ലേ? ഇനിയിപ്പോ ഇതാ ഇവിടെ 2 പേര് പരസ്പരം എഴുതി കൊടുക്കുന്നുണ്ട്. എന്താ എഴുതുന്നേ? ഇംഗ്ലീഷാണ് ഇത്. കുമാരിയാണോ പേര്? അവളെ കുമാരി എന്നാണ് വിളിക്കാറ്. അമ്മയും അമ്മച്ചനൊക്കെ പക്ഷേ വേറൊരു കാര്യമുണ്ടല്ലേ, നമ്മളെല്ലാ അച്ഛനെ സംബന്ധിച്ചും അമ്മയെ സംബന്ധിച്ചും പെൺമക്കൾ ഉണ്ടാവുന്ന അവർ രാജകുമാരിമാരല്ലേ? രാജകുമാരിയാണ്. അതാണ് എല്ലാ പെൺകുട്ടികളും ഏതൊരു അച്ഛനെയും അമ്മയെയും സംബന്ധിച്ച് രാജകുമാരിമാരാണ്. അതുകൊണ്ട് കുമാരി എന്ന് വിളിക്കുന്നത്. അവർ അമ്മയുണ്ട് അല്ലേ? അമ്മയാണോ ടീച്ചറാണോ? ഒന്ന് തിരിഞ്ഞെന്നേ. അയ്യോ, അവിടെ തട്ടി വീഴല്ലേ. എങ്ങനെ ഇത്തവണത്തെ ഈ ഒരു നിയന്ത്രണം? ആവശ്യമായ ഒരു ഘട്ടമായിരുന്നു.
ഇത്തവണത്തെ നിയന്ത്രണം ഒരു ആവശ്യമായ ഒരു ഘട്ടമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ രക്ഷിതാവും പറയുന്നത്. ഇതാ ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഈ കുട്ടികളോട് കൂടി അഭിപ്രായം ചോദിച്ച് നിർത്താം. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ഇനിയിപ്പോ ഇവിടെ തന്നെ പഠിക്കാം. അങ്ങനെ ഒരു പരീക്ഷാ കാലത്തിന് കൂടി അന്ത്യമായിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വേനലവധിയുടെ ദിനങ്ങളാണ്. കുട്ടികൾ പറയുന്നത് പോലെ ഉറങ്ങണം, കറങ്ങാൻ പോകണം, ക്ലാസ്സുകൾക്ക് പോകണം. പക്ഷെ എന്തായാലും ഈ സംസാരിച്ചതിൽ നിന്നും കുട്ടികൾക്ക് നല്ല കൃത്യമായി തെളിച്ചമുള്ളൊരു ബോധ്യമുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന്. നേരത്തെ സംസാരിച്ച കുട്ടികളുടെ പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് ടെക്നിക്കൽ ഫീൽഡിലേക്ക് പോകണം, ബയോ സയൻസ് എടുത്ത് കെമിസ്ട്രി ഫീൽഡിലേക്ക് പോകണം. 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്തത് അമ്മ വീട്ടിൽ പോകണോ അച്ഛൻ്റെ വീട്ടിൽ പോകണോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു കാലത്തിൽ നിന്ന് കുട്ടികൾ ഇത്രത്തോളം മുന്നോട്ട് എത്തിയിരിക്കുന്നു എന്നത് എന്തായാലും പ്രത്യാശ പകരുന്നത് തന്നെയാണ്. വിവിധ ബ്യൂറോകളിൽ നിന്നായി ഞങ്ങളുടെ പ്രതിനിധികൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആഘോഷങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിരു വിടാതെയുള്ള ആഹ്ലാദ പ്രകടനങ്ങളും എല്ലാമാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്.